സുരശാന്തിയുടെ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അതിനായി സുരശാന്തിയെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. ബ്രഹ്മണേ മൂർത്തിമതേ ശ്രുതാനാം ശുദ്ധിഭേദവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മഹനീയ ചരിത്രായ മമകാരഹീനാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശിശിരേ പൂർവദേ ശാന്തേ കടാക്ഷൈ ശിക്ഷ്യ സഞ്ജയാൻ ബ്രഹ്മവിദ്യാ കോവിദായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാദിനാം വാദിനേ വാദന്യമാനാം മൗനഭാജിനേ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യ ന കൽപതേ സിദ്ധേ പാദാംബുജരജോലമഃ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. അടുത്തതായി ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഈ ചടങ്ങ് ആരംഭിക്കുവാനായി സുരശാന്തി, സുരേഷ് സാർ, സമാജം പ്രസിഡന്റ് കല്യാൺ, സെക്രട്ടറി സലീമ, യോഗ ടീച്ചർ സുല എന്നിവരെ പ്രത്യേകം ക്ഷണിച്ചോളൂ. योगेन चित्तस्य पदेन वाचा मलं शरीरस्य च वैद्यकेन योपाकरोतं प्रवरं मुनीना पतञ्जलिं प्राञ्जलिं रानतोऽस्मि. गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्म तस्मै श्री गुरवे. ഔദ്യോഗിക പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനമാണ്. വെള്ളിയാഴ്ചയാണ് നമ്മളുടെ ഇതിൽ പങ്കെടുക്കുന്ന പല സഹോദരികളുടെയും മക്കള് സ്കൂളിലെല്ലാം പോയിട്ടുള്ളതുകൊണ്ടാണ് 5:30 നമ്മൾ ഈ ചടങ്ങ് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ സമയബന്ധിതമായി ഇത് നമ്മൾക്ക് തീർക്കേണ്ടതുണ്ട്. സച്ചിദാനന്ദ യോഗ കേന്ദ്ര നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഗുരുദേവ സമാജത്തിൻ്റെ കീഴിൽ ആരംഭിച്ചത്.
ഇന്നത്തെ ഉദ്ഘാടകനായി ഇവിടെ എത്തിയിട്ടുള്ള സുരേഷ് സാറായിരുന്നു നമ്മളുടെ ആചാര്യൻ, യോഗ മാസ്റ്റർ ഉണ്ടായിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം യോഗ എത്രത്തോളം ഓരോരുത്തരുടെയും നിത്യജീവിതത്തിൽ പ്രധാനപ്പെട്ടതാണ്. ശാരീരികവും മാനസികവും ആത്മീയവുമായ ധാരാളം വ്യത്യാസങ്ങൾ കഴിഞ്ഞ 8-9 മാസങ്ങളിലൂടെ അല്ലെങ്കിൽ അതിനു മുമ്പ് യോഗ അഭ്യസിച്ചിട്ടുള്ള കാലഘട്ടത്തിൽ മനസ്സിലാക്കുകയും അനുഭവങ്ങളുള്ളവരാണ്. വിവേകാനന്ദ കേന്ദ്രത്തിൽ നിന്നും യോഗയിൽ അഡ്വാൻസ് കോഴ്സ് ചെയ്തിട്ടുള്ളതും ഇപ്പോഴും യോഗയെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ സുരേഷ് സാറിനെ ബഹുമാനപൂർവ്വം ഞാൻ ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആദ്യകാല യോഗ പഠിതാവായിരുന്നു. സമാജ സെക്രട്ടറി സജീവനും യോഗ ക്ലാസും പങ്കെടുക്കുകയും സദോടൊപ്പം പങ്കെടുത്തിരുന്നു. സജീവനെ ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദീപം കൊടുക്കുകയും പ്രാർത്ഥന ആലപിക്കുകയും ചെയ്ത സുശാന്തിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇതിൻ്റെ എല്ലാം നിലവിൽ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുരക്ഷയെ പ്രത്യേകമായി ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാ യോഗ അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒറ്റ സ്വാഗതം കൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും ശുഭദിന. നന്ദി, നമസ്കാരം. ഉദ്ഘാടനം ചെയ്യാനായി സുരേഷ് സാറിനെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചോളൂ. നമസ്കാരം. വേദിയിലെയും സദസ്സിലെയും എല്ലാവർക്കും ഇന്റർനാഷണൽ യോഗ ഡേ ആശംസിക്കുകയാണ്. ആദ്യമായിട്ട് എനിക്ക് വളരെ ആഹ്ലാദം തോന്നുന്നു. ശരിക്കും എല്ലാവരും ഇങ്ങനെ യോഗ ഉപാസിച്ച് യോഗയുടെ അന്തസത്ത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യോഗ പ്രാക്ടീസ് ചെയ്ത് അത് 1-2 ദിവസമല്ല, ഇത്ര മാസങ്ങളായിട്ട് നിത്യം ഇവിടെ വന്ന് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാം കണ്ടിട്ട് വളരെ ആഹ്ലാദം. എനിക്ക് ശരിക്കും ഇവിടെ നിൽക്കാനല്ല, നിങ്ങളുടെ കൂടെ നിൽക്കാനാണ് ശരിക്കും തോന്നുന്നത്. വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെയൊരു ഇത് വളർത്തിയെടുക്കാനും ഇത് കൊണ്ട് നടക്കാനും ഒക്കെ അതിന് ഒരു മുൻകൈ എടുത്ത നമ്മുടെ സമാജത്തിൻ്റെ കൂട്ടുകാരും അതുപോലെ സുരക്ഷ വളരെ ഒത്തിരി എഫേർട്ട് എടുക്കേണ്ടത്. അതുകൊണ്ടാണ് നമുക്കെല്ലാവരും ഒരുമിച്ച് കൂടാനും കാണാനും ഒക്കെ പറ്റിയത്. അതുപോലെ തന്നെ യോഗ ശരിക്ക് നമുക്ക് നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരു പാതയാണ്, ഒരു വഴിയാണ് ഈ യോഗ. നമുക്ക് നമ്മളിലേക്ക് തന്നെ ഇറങ്ങി ചെല്ലാനായിട്ട് ഒരു വഴിയാണ്. അതിന് എന്തിനാണ് ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് വേണം. ഇതൊക്കെ ഓരോ മൈൽ സ്റ്റോൺ ആണ്. ഓരോ നമ്മൾ നടക്കുന്ന പാതയിൽ നമ്മൾ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മൾ എവിടെ വരെ എത്തി, എന്തായി എന്നൊക്കെ നമ്മൾ തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇങ്ങനെയുള്ള ഈ ഇന്റർനാഷണൽ യോഗ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇത് നല്ല ഒരു സ്റ്റെപ്പാണ്. നമുക്ക് നമ്മളെ തന്നെ വിലയിരുത്താനും നോക്കാനും കാണാനും അറിയാനും നമുക്ക് കൂടെയുള്ളവരെ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനും ഉള്ള ഒരു നല്ല സാഹചര്യമാണ്, നല്ല അനുഭവമാണ്. എല്ലാവരും ഇതിൽ കൂടുക, ഇതിൽ പങ്കെടുക്കുക. യോഗ തന്നെ ഒരു കൂടിച്ചേരലാണല്ലോ. നമ്മളെന്ന് പറയുന്നത് നമ്മുടെ ശരീരം മാത്രമല്ല, നമ്മുടെ മനസ്സ് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമുക്കൊരു ആത്മാവുണ്ട്.
അതുവഴി നമ്മൾ എന്താണ്, നമ്മളുടെ കോർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് യോഗയുടെ ഒരു ഇത്. അതിന് പല മാർഗങ്ങളാണ്. നമുക്ക് അതിൽ കൂടിയും കർമ്മത്തിൽ കൂടിയും അതുപോലെ ഭക്തിയിൽ കൂടിയും ഇങ്ങനെ ഈ രാജയോഗയിൽ കൂടി, ഈ രാജയോഗയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. രാജയോഗയിൽ കൂടി ഇങ്ങനെ പല മാർഗത്തിൽ കൂടി നമുക്ക് ഈ അറിവിലേക്ക്, ഈ യോഗയുടെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും. അപ്പം എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഈ യോഗ ദിനത്തിന്റെ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തതായിട്ട് പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തത് ആശംസകളാണ്. ആദ്യമായി സമാജം പ്രസിഡന്റ് ദീപിക രമണനെ ബഹുമാന പുരസ്കാരം ക്ഷണിച്ചു. പ്രിയപ്പെട്ട ഇന്ന് യോഗാ ദിനം ആശംസാർപ്പിക്കേണ്ട ഒരു ചുമതലയാണ് നിക്ഷിപ്തമായിട്ടുള്ളത്. എങ്കിലും അതിനു മുമ്പ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ തുടങ്ങാം. മണിമാഷ് പറഞ്ഞതിൽ ഒരു കാര്യം, ഞാൻ ഈ യോഗാ ദിനം എന്താണെന്ന് സെർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഉത്തരായണത്തിലെ ഏറ്റവും കൂടുതൽ ദൈർഘ്യമുള്ള ഒരു ദിവസമാണ് ജൂൺ 20. അങ്ങനെ നമ്മുടെ പ്രധാനമന്ത്രി ആവശ്യപ്പെടും ജനങ്ങളുടെ മാനസികവും ശാരീരികവും ആത്മീയവുമായ കാര്യത്തിൽ ഏറ്റവും നല്ലൊരു എക്സസൈസ് ആണ് ജീവനും ബോധ്യപ്പെട്ട അന്താരാഷ്ട്ര ദിനമായിട്ട് ആചരിക്കും. ഞാൻ എന്തിനേക്ക് മനസ്സിലാക്കി. അപ്പൊ ഇത് മനസ്സിലാക്കാത്ത ആരെങ്കിലേക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു പഠിപ്പിക്കാം. ഇവിടെ കഴിഞ്ഞ വർഷം സുരേഷ് സാറിന് സുരേഷ് സാറിനോട് പറഞ്ഞു നമുക്കൊരു യോഗ ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടത്തി നമ്മൾ കുറച്ച് ആൾക്കാരുമായി കൂടുതൽ സമ്മാനം കമ്പനി ഒരു കാഴ്ചപ്പാടുണ്ടായി. പക്ഷെ ഇപ്പോ ഇത് കാണുകയും എനിക്കങ്ങനെ ചില പ്രശ്നമുണ്ട്, കാരണം ഭയങ്കര സന്തോഷിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ ഓരോരോ പ്രോഗ്രാമുകളായിട്ട് കാലത്താൻ യോഗ, അത് കഴിഞ്ഞാൽ സിന്ധുപാട്ട്, അത് കഴിഞ്ഞാൽ തിരുവാതിര, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതിൽ ചെറിയൊരു കാര്യങ്ങൾ നമുക്ക് സുരേഷ് സാർ അങ്ങനെ വലിയൊരു പദവിയിൽ മനുഷ്യരൊക്കെ ഇവിടെ വന്നു നിങ്ങളെ പഠിപ്പിച്ചു. ഇതെല്ലാം സ്വായത്തമാക്കിയ ഒരു കാര്യം നിങ്ങൾക്ക് പകർന്നു. അതുകൂടാതെ അതിന്റെ പിന്നാലെ സുര പറഞ്ഞു. ഇവിടെ 3 സുഖങ്ങൾ പറഞ്ഞു. ഒരു സുജ, ഒരു സുല, ഒരു സൂര്യ. ഇത് 3 പേര് 3 പെൺകുട്ടികളും വളരെ ആക്റ്റീവായിട്ട് സമാജത്തിന്റെ മറ്റു കാര്യങ്ങളിൽ സുജ തിരുവാതിരയിൽ ഒരുപാട് ആക്ടിവിറ്റീസ് വേറെ സുരേഷ് നഗരത്തിൽ ഞാനൊരു കൂടി രാവിലെ നടന്നത് എല്ലാ ദിവസവും ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു ക്ലാസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സൂര്യൻ അപ്പൊ തന്നെ മനസ്സിന് വളരെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്നു. സന്തോഷം എല്ലാം. ഇനി ഇതേപോലെ നിങ്ങളെല്ലാവരും ഓരോരോ കാര്യങ്ങളിൽ പ്രകടനരായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ അതൊന്നും ആലോചിക്കണം. കഴിഞ്ഞ ദിവസം നമ്മുടെ കമ്പനിക്കാരും വിനോദത്തിനോടൊപ്പം എനിക്കൊരു കുറിപ്പായിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്യൂഷൻ ക്ലാസ് തുടങ്ങണം സൗജന്യമായിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കമ്പനി, ഞാനിപ്പോ അത് കമ്പനിക്കാരോട് പറഞ്ഞില്ല, ഇന്ന് ഞങ്ങളത് ഡിസ്കസ് ചെയ്യാൻ വിചാരിക്കുന്നു. ഇവിടെ PSC കോച്ചിങ്ങിന് പോകുമ്പോൾ നമ്മള് എല്ലാവരും തയ്യാറായിട്ടുള്ളത് വിദ്യ പകർന്നു കൊടുക്കുമ്പോൾ നമുക്കത് കൂടുതൽ എന്താ പറയുക, അത് കൊടുക്കുന്നതോടെ കേട്ടിട്ടുണ്ട്. അപ്പൊ അതായത് ഒരു സമീപനം നിങ്ങളുടെ ഭാഗത്തൊക്കെ ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ സമാധാനം ഈ ജൂലൈ 21-ാം തീയതി ഇവിടെ വലിയൊരു രക്ഷാസനം നടത്താറുണ്ട്. ആ രക്ഷാസന ഒരു സ്വാഗത സംഘം ജൂലിയാക്കി നിങ്ങളെല്ലാവരും പങ്കെടുക്കണം. ഒരു രക്ഷാസനയ്ക്ക് 100 രൂപ യോഗക്കാരുടെ ആ വഴി ചേർത്ത് 500 രൂപ കൊടുക്കും. നല്ല ചെലവുള്ള കാര്യമാണ്. പിന്നെ അത് കഴിഞ്ഞാൽ സെപ്റ്റംബർ മാസത്തിൽ ഷഷ്ടാനം നടത്തിയത് ഏറ്റവും ആദ്യം നടത്തിയ ആ മഹേശ്വരത്തിന് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടി നല്ല പെർഫോമൻസ് ആയിരുന്നു കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹകരിക്കണം. സമാജത്തിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഏതൊക്കെയാണ് ചെയ്യുന്നത്, ഞങ്ങളാൽ കഴിയാവുന്ന
ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത സുരേഷ് സാർ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീവിധ സമാജത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ് കെ ഹർഷകുമാർ, ആശംസ അർപ്പിച്ച സമാജം പ്രസിഡന്റ് ബി പി കല്യാണം, ഭദ്രദീപം കൊളുത്തി ഈ ചടങ്ങിന് തുടക്കം കുറിച്ച ക്ഷേത്ര മേൽശാന്തി സുരോ അവർ, മുഖ്യധാരയിൽ നിന്നുകൊണ്ട് ഇത്രയും മനോഹരമായി ഈ യോഗ ക്ലാസ് നയിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സുലാ സതീഷ്, ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം കുറച്ച് ദിവസം ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. വളരെയധികം ശാരീരികമായും മാനസികമായിട്ടും മാറ്റങ്ങൾ വരുന്ന ഒരു കാര്യമാണുള്ളത്. വളരെ ആഴത്തിലൊക്കെ ചെല്ലാൻ എനിക്ക് സാധിക്കാത്ത രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളോടാണ് എത്തിപ്പെടാത്തത്. പക്ഷെ വന്ന ദിവസങ്ങൾ ആ ഒരു ദിനം നമ്മൾ യോഗയൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ വളരെ മനസ്സിലാക്കുക, ദേഷ്യമൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കുറയുന്നതാണ്. പൊതുവെ കൂടുതൽ ദേഷ്യം വരുന്ന ആളുകൾ, അതുപോലെ തന്നെ കൂടുതൽ ടെൻഷനുള്ള ആളുകൾക്കൊക്കെ ഏറ്റവും മഹത്തായ സംഭവം യോഗ. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഈ ദിനം ആഘോഷിക്കുന്നത്. അത് അതിന് തുടക്കം കുറിച്ചത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവർക്കാണ്. പിന്നെ ഇത് എപ്പോഴും ഒരു കാര്യങ്ങൾ തുടങ്ങി വയ്ക്കാനായിട്ട് അടിത്തറ വേണം. ഇവിടെ ഗുരുദേവ സമാജത്തിന്റെ കീഴിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ നാടിന്റെ നന്മയ്ക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ വ്യക്തികൾക്കും നല്ല കാര്യങ്ങൾ വരുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ശ്രീ ഗുരുദേവ സമാജം. അതുകൊണ്ട് തന്നെയാണ് യോഗയുടെ ക്ലാസ് ആരംഭിക്കുകയും അതുപോലെ തന്നെ ഇവിടെ മാതൃസംഘയുടെ കീഴിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇപ്പൊ പലപ്പോഴും കേൾക്കാറുണ്ട്, എല്ലാവരും ചില യാത്രകളൊക്കെ പോവുക. യോഗയുടെ തന്നെ ഒരു ഭാഗമാണ്. നമ്മളൊരു യാത്ര പോയി കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്കറിയാം കുറെ നമ്മുടെ മനസ്സിനുള്ളിലുള്ള കുറെ സമ്മർദ്ദങ്ങളൊക്കെ കുറയും. അതുകൊണ്ടാണ് വലിയ വലിയ ഡോക്ടർമാരൊക്കെ പറയാറുണ്ട് ഒരാഴ്ച മാറി നിൽക്കണം. തിരക്കുള്ള ഡോക്ടർമാരൊക്കെ ഒരാഴ്ച മാറി നിന്നിട്ട് മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അതിനൊക്കെ ഇവിടെ ടീച്ചറുടെ നേതൃത്വത്തിലൊക്കെ ചില ദിവസങ്ങളിലൊക്കെ നിങ്ങളിപ്പോ പുറത്തു പോയി ഇങ്ങനെയൊന്ന് മനസ്സ് സന്തോഷിച്ച് തിരിച്ചു വരുന്ന യാത്രകൾ പോകാറുണ്ട്. അതൊക്കെ വളരെ നല്ല കാര്യമാണ്. എന്തായാലും ഈ ഡ്രസ്സിൽ നിങ്ങളെല്ലാവരും ഒരുപോലെ ഒരേ മനസ്സോടെ ഈ എല്ലാ ദിവസവും രാവിലെ വന്ന് നമ്മൾ നമ്മളോട് പറയുന്നതിനായി ഞാൻ ക്ഷണിക്കുന്നു. ആദ്യമായി ഉഷ. എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ എനിക്ക് ശരിക്കും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അതൊക്കെ മാറി ഇപ്പൊ ഇരിക്കാനും എനിക്ക് പറ്റുന്നുണ്ട്. പിന്നെ ഇരിക്കുമ്പോൾ കൂട്ടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കുറച്ചെണ്ണം അത് കഴിയുമ്പോൾ ശരിക്കും നടക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ യാതൊരുമില്ല, ബുദ്ധിമുട്ടുമില്ല. നല്ലൊരു എനർജി കിട്ടുന്നത് വരുമ്പോൾ പിന്നെ എനിക്ക് മൊഴി വന്നു. അപ്പൊ ശ്വാസത്തിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിവിടെ വന്നപ്പോൾ നന്നായിട്ട് മാറി. നല്ല സുഖമായിട്ടിരിക്കുക. യോഗ ചെയ്തതിൽ ശരീരത്തിന്റെ വേദനകൾ കാര്യങ്ങളൊക്കെ ഏകദേശം മാറി കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് ഉണ്ടായിട്ടുള്ളത്. നന്ദി, നമസ്കാരം. നമസ്കാരം. ഞാൻ ഒരു വർഷമായി യോഗ ക്ലാസ്സിൽ വരാൻ തുടങ്ങിയത്. ആദ്യം സാറ് സുരേഷ് സാറാണ് എടുത്തിരുന്നത്. കുറച്ച് നാൾ വരാൻ പറ്റില്ല, കാണുന്നത് പിന്നെ വന്നപ്പോഴാണ് സുരക്ഷിച്ചത്. ഞങ്ങൾക്ക് നല്ല ക്ലാസ്സാണ് കിട്ടുന്നത്. പിന്നെ എനിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു, ഞാൻ മരുന്ന് കഴിച്ചിരുന്നതാണ്. ഇപ്പം എനിക്ക് മരുന്ന് കഴിക്കണ്ട. പിന്നെ എനിക്ക് നടക്കുമ്പോൾ ശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കിടപ്പ് വരുന്നു. അപ്പം അങ്ങനെ എത്ര ദൂരം
അടുത്തതായി സാധിക. ഞാനിവിടെ കുറച്ച് നാളുകളായിട്ടുള്ള യോഗയ്ക്ക് വന്നപ്പോൾ എനിക്ക് പൊടി മാസം എങ്കിലും നല്ലൊരു അനുഭവത്തിലേക്ക് നിന്നത്. കാരണം എനിക്ക് വേദന നല്ല പോലെ ഉണ്ടായിരുന്ന മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ മരുന്നൊന്നും കഴിക്കുന്നില്ല. ഇപ്പോൾ നടക്കാനും സുഖമാണ്. രാവിലെ തന്നെ എനിക്കാനൊക്കെ എനിക്ക് മടിയായിരുന്നു. രാവിലെ 4 മണിക്ക് തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളോട് സാറിനോട് കഴിയാൻ ഞാനിവിടെ എത്തുന്നത്. സുഹൃത്തുക്കളുടെ ക്ലാസ് നല്ല രീതിയിൽ ഞങ്ങൾ തെറ്റുകളുണ്ടാകുമ്പോൾ തന്നെ വന്ന് എല്ലാം ഞാൻ ചെയ്യുന്നതെന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെല്ലാം സുഹൃത്തുക്കൾക്ക് ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും വന്ന് പറയുന്നത്. അപ്പോൾ നല്ലൊരു ക്ലാസ് തന്നെയാണ് നടക്കുന്നത്. എനിക്ക് പറയുന്നത് നല്ല സുഖം ശരീരത്തിന് കിട്ടുന്നുണ്ട്. അതേപോലെയാണ് പങ്കെടുത്ത് വിജയിക്കുന്നത്. ബഹുമാനപ്പെട്ട സമാജം പ്രസിഡന്റ് ശ്രീ വി കല്യാണം, സമാജം സെക്രട്ടറി ശ്രീ VS സഞ്ജീവൻ, പ്രിയപ്പെട്ട യോഗാചാര്യൻ ശ്രീ സുരേഷ് സാർ, ആദരണീയനായ സമാജം പ്രസിഡന്റും സമാജത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവുമായ ശ്രീ OK ശർമ്മ, നമ്മുടെ പരിപാടി നിലവിളക്കോട് ഉദ്ഘാടനം ചെയ്ത പ്രിയങ്കരനായ നമ്മുടെ ക്ഷേത്രത്തിന്റെ മേൽശാന്തി ശ്രീ സുരശാന്തി അവർ, പ്രിയപ്പെട്ട സുരൻ ടീച്ചർ, പ്രിയ യോഗാംഗങ്ങളെ നമസ്കാരം. പ്രായം 50 കഴിഞ്ഞവരോ അതിനടുത്തവരോടാണ് നമ്മളിൽ പലരും. ഒരു വ്യക്തിയുടെ മാനസികവും ആന്തരികവുമായ ആരോഗ്യമാണ് യോഗ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് യോഗാസനങ്ങളുടെ പ്രസക്തി. പാതയോരത്തോ വഴിയേക്കോ കണ്ടാൽ പോലും മിണ്ടാൻ അല്ലെങ്കിൽ താഴെയുള്ള പുഞ്ചിരിക്കാൻ പോലും പഠിച്ചിരുന്ന നമ്മളിൽ പലരും ഇന്ന് ചുറ്റുപാടുള്ളവരെ കണ്ണുകൊണ്ട് കാണാൻ, പലരും ചിന്തിക്കാനും ആളുകൾ ഗ്രഹിക്കാനുമുള്ള കഴിവ് നേടിക്കൊണ്ടിരിക്കുന്നു. അത് ഇത്തരം യോഗാസനകളിൽ നിന്നും ആന്തരികമായ, ശാരീരികമായ, മാനസികമായ സൗഖ്യവും അതുപോലെ തന്നെ ശക്തിയും നേടിയതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഈ വൈദ്യകളെ ഞാൻ കൂടുതൽ ലഭിക്കുന്നില്ല. ഈ യോഗ ദിനത്തിൽ ഇവിടെ ഒത്തുകൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ടും ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന സമാജത്തിനും അതിന്റെ ഭാരവാഹികൾക്കും കുന്നോളം നന്ദിയും കടപ്പാടും വഹിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി എല്ലാവർക്കും അന്താരാഷ്ട്ര യോഗ ദിനാശംസകൾ. ഇന്ന് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ അന്താരാഷ്ട്ര യോഗ ദിനം ആഘോഷിക്കുന്ന ദിനമാണ്. അതിന്റെ ഒരു ഭാഗമാകാൻ നമ്മുടെ ഈ ഗ്രൂപ്പിന് കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മുടെ യോഗ തുടങ്ങിയതിനു ശേഷം ആദ്യമായി വരുന്ന യോഗ ദിനം കൂടിയാണ് ഇന്ന് എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. യോഗ നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവും പ്രദാനം ചെയ്യുന്നു. ഇത് നമ്മുടെ മനസ്സമ്മർദ്ദം കുറയ്ക്കുകയും ചൈതന്യം കൂട്ടുകയും ഒപ്പം നമ്മളിലുള്ള കഴിവുകളെ കൂടുതൽ ഉണർത്തുകയും യോഗയെ കൊണ്ട് സാധിക്കുന്നു. അതിനാൽ യോഗയെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി നിലനിർത്തേണ്ടതാണ്. നാം യോഗ ചെയ്യണം, സമൂഹത്തെ പ്രചോദിപ്പിക്കണം. യോഗ വെറും വ്യായാമമുറയല്ല, മറിച്ച് നമ്മുടെ ലോകവും പ്രകൃതിയും തമ്മിലുള്ള ഐക്യത്തെ കാണിക്കുന്നതാണ്. നാം എന്നും മനസ്സിൽ പതിഞ്ഞിരിക്കേണ്ട നമ്മുടെ ഒരു മന്ത്രം I am healthy, I am happy. ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച്
എത്തിച്ചേർന്ന നമുക്ക് യോഗയ്ക്ക് തുടക്കം കുറിച്ച നമ്മുടെ സ്വന്തം സുരേഷ് സാറിന് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ സമാജം ഭാരവാഹികളായ പ്രസിഡന്റ് കല്യാൺ രാമചേട്ടൻ, സെക്രട്ടറി സജീവ് ചേട്ടൻ, പിന്നെ നമ്മുടെ മുരുക ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ ഓരോരുത്തരിലേക്കും നൽകി വരുന്ന നമ്മുടെ സ്വന്തം സുരശാന്തിക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇനി നമുക്ക് തുടക്കം മുതൽ നമ്മളോടൊപ്പം എല്ലാത്തിനും സഹകരിക്കുകയും നമ്മൾക്ക് വേണ്ടുന്ന ഉപദേശങ്ങളും പ്രോത്സാഹനവും നൽകി വരുന്നതുമായ പ്രിയ ഹർഷചേട്ടന് ഞാൻ നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ യോഗ ചെയ്യാനായി നമുക്ക് സൗകര്യം എല്ലാ സഹകരണങ്ങളും ഒരുക്കി തരുന്ന സമാജത്തിന് നന്ദി പറയുന്നു. പിന്നെ എൻ്റെ എല്ലാ യോഗ മെമ്പേഴ്സിനും, അതായത് എൻ്റെ സ്റ്റുഡൻസിന്, അതോടൊപ്പം ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്തേ. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ശാന്തി ശാന്തി ശാന്തി. നമസ്കരിക്കുക. योग दिन है योग दिन, आज का शुभ योग दिन. योग दिन है योग दिन, आज का शुभ योग दिन. चेतना भर भारती में सजे हर दिन योग दिन. योग दिन योग दिन योग दिन है योग दिन. योग दिन योग दिन योग दिन है योग दिन. तेज सूरज का लिए हम बढ़े आगे साथियों, दिशाओं से रंग लेकर योग पहने साथियों. सूरज का लिए हम बढ़े आगे साथियों, दिशाओं से रंग लेकर योग पहने साथियों. स्वस्थ तन हो स्वस्थ हो मन, हर दिवस हो योग दिन. योग दिन योग दिन योग दिन है योग दिन. योग दिन योग दिन योग दिन है योग दिन. हर्ष भारत सुखद सौरभ सास प्राणायाम के. चित मगन हो निरामय नभ साधना हो प्रणव की. विश्व में हो विपुल शांति हर दिन. मेरी झोपड़ी के भाग आज खुल जाएंगे, राम आएंगे. मेरी झोपड़ी के भाग आज खुल जाएंगे, राम आएंगे. राम आएंगे आएंगे राम आएंगे. राम आएंगे आएंगे राम आएंगे. मेरी झोपड़ी के भाग आज खुल जाएंगे, राम आएंगे. मेरी
झोपड़ी के भाग आज खुल जाएंगे, राम आएंगे। राम आएंगे तो अंगना सजाऊंगी, दीप जला के दिवाली मैं मनाऊंगी। राम आएंगे तो अंगना सजाऊंगी, दीप जला के दिवाली मैं मनाऊंगी। मेरे जन्मों के सारे पाप मिट जाएंगे, राम आएंगे। मेरी झोपड़ी के भाग आज खुल जाएंगे, राम आएंगे। राम झूलेंगे तो पालना झुलाऊंगी, मीठे मीठे मैं भजन सुनाऊंगी। राम झूलेंगे तो पालना झुलाऊंगी, मीठे मीठे मैं भजन सुनाऊंगी। मेरी जिंदगी के सारे दुख मिट जाएंगे, राम आएंगे। मेरी झोपड़ी के भाग आज खुल जाएंगे, राम आएंगे। मैं तो रुचि रुचि भोग लगाऊंगी, माखन मिश्री मैं राम को खिलाऊंगी। हो मैं तो रुचि रुचि भोग लगाऊंगी, माखन मिश्री मैं राम को खिलाऊंगी। प्यारी प्यारी राधे प्यारे श्याम संग आएंगे, राम आएंगे। राम आएंगे आएंगे राम आएंगे, राम आएंगे आएंगे राम आएंगे। मेरी झोपड़ी के भाग आज खुल जाएंगे, राम आएंगे। मेरी झोपड़ी के भाग आज खुल जाएंगे, राम आएंगे। भोले बाबा तेरी क्या ही बात है, भोले शंकरा तेरी क्या ही बात है। दूर होके भी तो साथ है, ओ दूर होके भी तो साथ है। खुद को मैं कर दूंगा तुझको समर्पण, मैं तेरा आंसू हूँ तू मेरा दर्पण। तेरे ही होने से मेरी ये सारी जिंदगी सजी है। लागी मेरी तेरे संग लगी ओ मेरे शंकरा, लागी मेरी तेरे संग लगी ओ मेरे शंकरा। लागी मेरी प्रीत तेरे संग मेरे शंकरा, लागी मेरी प्रीत तेरे संग मेरे शंकरा। का उड़ गया है रे पंछी, सब तेरी बदौलत है आज रघुवंशी। तू सूक्ष्म है और तू ही विशाल है, तू उत्तर है और तू ही सवाल है। तू ही है सत्य बाकी जिंदगी भी ना सकी है। लागी मेरी तेरे संग लगी ओ मेरे शंकरा, लागी
मेरी तेरे संग लगी ओ मेरे शंकरा, लागी मेरी प्रीत तेरे संग मेरे शंकरा, लागी मेरी प्रीत तेरे संग मेरे शंकरा. नयावद उमानाथ पादारविन्दं भजन्ति विलोके परिवानराणां, न तावत् सुखं शान्ति सन्तापनाशं प्रसिद्ध प्रभो सर्वभूतादिवासं. ध्यान में है मगन तन पे ओढ़ के रचोली, मुझे अपने रंग में रंग दे संग खेल मेरे होली. आसन है नीचे ना है कोई खटोली, मुझे अपने रंग में रंग दे संग खेल मेरे होली. बस भी करो अब मेरे शंकरा, भांग रगड़ के बोलिए गौरा, तुम नहीं रजे हो गोरा वाट के रजी है. लागी मेरी तेरे संग लगी ओ मेरे शंकरा, लागी मेरी तेरे संग लगी ओ मेरे शंकरा, लागी मेरी प्रीत तेरे संग मेरे शंकरा, लागी मेरी प्रीत तेरे संग मेरे शंकरा. लागी मेरी तेरे संग लगी ओ मेरे शंकरा, 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 लागी मेरी तेरे संग लगी ओ मेरे शंकरा. ഞാൻ നോക്കുമ്പോൾ ഓരോ സ്റ്റെപ്പും ഓരോ ആസനങ്ങളാണ്, ഓരോ ധ്യാനങ്ങളുടെ. തീർച്ചയായിട്ടും ഈ ഡാൻസ് മാത്രമല്ല, ഇത് ശരിക്കും യോഗയുടെ ഒരു ഭാഗം കൂടെയാണ് എനിക്ക് തോന്നി. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. എന്തായാലും നമ്മുടെ ഈ ചടങ്ങ് ഇതിലൂടെ അവസാനിക്കുകയാണ്. നാളെ വീണ്ടും യോഗ ആസ്വദിച്ചിൽ തുറന്നു. എല്ലാവർക്കും ചായയും ചെറിയ പലഹാരങ്ങൾ കഴിച്ച് നമുക്ക് ഇരിക്കാം.